പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ മാസം ഞാൻ ഉപവാസ പ്രയറിന് വന്നിരുന്നു ഇവിടെ. അപ്പോൾ വെള്ളിയാഴ്ച എനിക്ക് പെട്ടെന്ന് മകളുടെ കുഞ്ഞിനെ കാണണമെന്ന് അങ്ങനെ ഒരു തോന്നൽ വരും. ഇവിടെ ആരാധന നടക്കുമ്പം ഞാൻ വെളിയിൽ പോയി വീഡിയോ കോൾ ചെയ്തു. കുഞ്ഞിനെ കണ്ട ഉടനെ തന്നെ എൻ്റെ മകൾ ചോദിച്ചു, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും എനിക്കൊരു ജോലി ആവുന്നില്ലല്ലോ അമ്മ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടും എന്താണ് എനിക്കൊന്നും ജോലി കിട്ടാത്തത്, എനിക്ക് മടുത്തു എന്നിങ്ങനെ എന്നോട് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പായെ എൻ്റെ മകൾ ചോദിച്ചതിന് മറുപടി പറയാൻ എനിക്കില്ല, ഞാൻ അവളോട് പറയണം എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. ഉടനെ കർത്താവ് എന്നോട് ആവർത്തനം 28:1 തുടങ്ങി 14 വരെ ആ വചനം ഇങ്ങനെ ആവർത്തിച്ച് എൻ്റെ കാതുകളിൽ കേൾക്കാൻ തുടങ്ങി. ഞാനത് മകളോട് അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു, നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ കഴിക്കുന്നത് പോലെ തന്നെ ഈ വചനം നീ പറയുക. അടുത്ത മാസം അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് മുന്നേ നിനക്ക് ജോലി ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. 30-ാം തീയതി അവൾ പല ഹോസ്പിറ്റലുകളിലും കൊടുത്തായിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കോഴ്സ് PG ചെയ്തതാണ്. അതും പിന്നെ അവൾ എൻജിനീയറിംഗ് ലാസ്റ്റ് ഇയർ ആയപ്പോഴേക്കും എനിക്ക് ക്യാൻസർ വന്നു. എൻ്റെ മകളെ എന്നെ നോക്കി അത് തന്നെ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഒക്കെ അവൾ പഠിക്കുന്ന സമയങ്ങളിലെല്ലാം വേറെ ഡിഗ്രികളൊക്കെ ഓൺലൈൻ വഴി പഠിച്ചായിരുന്നു. എല്ലാത്തിനും നല്ല മാർക്കോടുകൂടി പാസ്സായത്. പക്ഷേ ജോലി കിട്ടാൻ അവൾക്ക് മെഡിക്കൽ ഇത്തിരി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ജോലി ലഭിക്കാതിരുന്നത്. തമ്പുരാൻ്റെ കൃപ കൊണ്ട് അവൾ 30-ാം തീയതി ജോലിക്ക് ജോയിൻ ചെയ്തു. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ഈ 4 മാസമായി ഇപ്പോൾ ഉപവാസ പ്രയറിന് വരാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഉപവാസ പ്രയർ തുടങ്ങിയ സമയം തുടങ്ങി വരാൻ നോക്കുമ്പോഴെല്ലാം തടസ്സങ്ങളായിരുന്നു. ഈ 4 മാസം ഞാൻ വന്നിട്ട് ഈ 4 മാസം കർത്താവിൻ്റെ നാമത്തിൽ വലിയൊരു അത്ഭുതം നടന്നു. ദൈവദാസൻ പറഞ്ഞ വാക്കുകളെല്ലാം ഞാൻ ഏറ്റെടുത്ത വാക്കുകളെല്ലാം എനിക്ക് വേണ്ടതെല്ലാം ദൈവം തക്ക സമയത്ത് തന്നെ നൽകി. വളരെ നന്ദി. ഈ പ്രയർ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ മരണം വരെ ഈ പ്രയർ ഉണ്ടെങ്കിൽ അതിലോട് കൂടി നിൽക്കുവാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എല്ലാവരും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ, ആമേൻ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാസ്തവമായിട്ടും ആ സഹോദരി ഇവിടെ വന്ന് ദൈവത്തോടാണ് സംസാരിച്ചത്.